Alright. What's up everybody in the chat? എന്തല്ല let's start the stream. ഇന്ന് GTA ആണ്. ഇന്ന് കുറേ ഇതൊന്നുമില്ല. ഇന്ന് ഡാൻസ് പാട്ട് ഇത് പേക്കൂത്ത് ഒരു പരിപാടി ഇല്ല. ഇവിടെ ഒരു സംഭവം നടന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് എനിക്ക് ഇവിടെ ഒരാൾ വന്ന് സംസാരിച്ചു. ഓക്കെ, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നമ്മളെ റെസിഡൻസ് അസോസിയേഷനിൽ പരാതി കൊടുക്കാൻ പോകാന്ന് പറയും. ഇന്നലെ നമ്മൾ കുറേ ഒച്ചപ്പാടുമ്പോൾ ഇന്നലെ ഇവിടെ സഫാനും ടീമെല്ലാം വന്നിട്ടല്ലോ. നമ്മളിങ്ങനെ കുറേ ഡാൻസ്, ഒച്ചപ്പാട്, പാട്ട് കുറേ ഒച്ചപ്പാടെല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ലോ സൗണ്ടോ? എടാ സൗണ്ട് കുറവാന്ന് പറയുന്നേ. ഒന്ന് സംസാരിച്ചു. ഓക്കെ, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ കറക്റ്റ് അല്ലേ? വെറുതെ പറയുന്നല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ റെസിഡൻസ് അസോസിയേഷനിൽ പരാതി കൊടുക്കാന്ന് പറയും. നമ്മളിവിടെ ഒച്ചപ്പാടും ബഹളമെല്ലാം കേട്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ നാളത്തേക്ക് തീരുമാനമാക്കും. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കും. ഒന്നെങ്കിൽ ഞാൻ വേറെ സ്ഥലത്തേക്ക് വീട് മാറും, അല്ലെങ്കിൽ അന്ന് പെട്ടെന്ന് ഒരു ദിവസം ഒന്നും നടക്കൂല. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ വീട് മാറലെന്നെല്ലാം പറയുന്ന കാര്യം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്ന് വെച്ചാൽ ഇവിടെ ചുറ്റും കുറേ വീടുകളുണ്ട്, കുറേ വീടുകളുണ്ട്. അപ്പോൾ ഏതോ ഒരു വീട്ടുകാർക്ക് പ്രശ്നമുണ്ട്. എനിക്ക് ഏത് വീട്ടുകാരാണെന്ന് അറിയില്ല. ഇന്ന് എന്നോട് ഒരാൾ വന്ന് സംസാരിച്ചത് ഇങ്ങനെ റെസിഡൻസ് അസോസിയേഷനിൽ ഇവർ പരാതി കൊടുക്കാൻ പോകുന്നല്ലോ. ഇവിടെ ഇങ്ങനെ നമ്മൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിട്ട് ഇവരെ മൈൻഡിൽ നമ്മൾ വേറെന്തോ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെന്തോ പരിപാടി നടത്തുന്ന ഇവർ വിചാരം. ആരെങ്കിലും എൻ്റെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഇവന്മാർക്കെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. നമ്മളിവിടെ 4-5 പിള്ളേർ ഒന്നിച്ച് ലൈവ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ആ പോലീസ് കേസെല്ലാം വന്നതിന് ശേഷം തോന്നി ഇവർ വിചാരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കഞ്ചാവ് വടിയും മറ്റേ മയക്കുമരുന്ന് കള്ളുകുടിച്ച് ഒച്ചപ്പാടി കള്ളുകുടിച്ചിട്ടുള്ള ഒച്ചപ്പാടാണ് നടക്കുന്നതെന്ന് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ. എനിക്കറിയില്ല. നമുക്കെന്തായാലും ഞാൻ എന്തായാലും കുറച്ചുകൂടി വലിയൊരു സ്പേസിലേക്ക് എനിക്ക് മാറണമെന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു കാരണം കിട്ടിയാൽ മാറുന്നുണ്ടെങ്കിൽ മാറാമല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് അധികം ഒച്ചപ്പാടും ബഹളൊന്നുണ്ടാവില്ല. നമുക്ക് നേരെ ഗെയിമിലേക്ക് ഇതെന്താണെന്നാ ഡെയിലി ഒരു 300 ആൾക്കാർ 300 പോരാലും ഒരു 1000 ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഫുഡ് വാങ്ങാൻ, അതാക്കാൻ, ഇതാക്കാന്ന് പറഞ്ഞിട്ട് പൈസ വയ്ക്കാൻ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് എത്ര ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കണോ? ഇതെന്തെന്നാ തൊപ്പി ഹൗസ് സ്റ്റോറിലും അവർക്ക് ചെയ്താലോ? അറസ്റ്റ് തൊപ്പി എന്താ ആരോ ചാറ്റിൽ വന്നിട്ട് അറസ്റ്റ് തൊപ്പി എന്ന് പറയുന്ന. ഞാൻ അല്ലെങ്കിൽ തന്നെ മൂഡ് പോയിട്ടുള്ളത്. നീ ഒരുമാതിരി ഭൂമിയെ വർത്താനം പറയരുത്, കേട്ടില്ല? എടാ ഈ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ അയൽക്കാർക്ക് കാണിച്ചു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള അയൽക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ 4-5 പിള്ളേർ കൂടിയിട്ട് ഇവിടെ ഗെയിം കളിച്ച് ഒച്ചപ്പാടാക്കുന്നതും ഈ പാട്ടും ഡാൻസ് കളിച്ച് ഒച്ചയാക്കുന്ന അതാണ് നിങ്ങൾ പുറത്ത് കേൾക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അമീൻ വേറെ നോക്കുന്നത്. അമീൻ അത് ഉള്ളിലാണെങ്കിൽ അമീൻ പുറത്തിറങ്ങൂല കേട്ടോ. അമീൻ ഫുൾ ടൈം ബെഡിലാണ്, മനസ്സിലായി? അമീൻ ശരിയായ ഇൻട്രോവേർട്ടാണ്. അമീൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങൂല. അമീനെ പിടിച്ച് വലിച്ച് ഇറങ്ങണം. അതാണ് അവസ്ഥ. തൊപ്പി എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഫെർണാണ്ടസ് സച്ചൂസ് KR7 നിഞ്ച ഗെയിമിങ്. ഗ്രീൻ സ്ക്രീൻ ഇടാൻ പറഞ്ഞു. ഗ്രീൻ സ്ക്രീൻ വേണ്ട. ഓക്കെ, നമുക്കില്ല. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് പാട്ടും ഡാൻസും ഒന്നും ഇല്ല. നമ്മൾ നേരെ ഗെയിമിങ്ങിലേക്ക്. ഓക്കെ, ഞാനൊരു ഗെയിമിങ് സ്ട്രീമറാണ്. അപ്പം നമുക്ക് നേരെ അല്ല കുറേ ആൾക്കാർ അതേ ഇത് പറയുന്നുണ്ട്. ഞാനൊരു ഗെയിമിങ് സ്ട്രീമർ അല്ല, എന്നിട്ട് ഞാൻ വേറെ എന്തെല്ലോ ആണല്ലേ ചെയ്യുന്നത്. ഇന്ന് നിങ്ങളെ കംപ്ലൈൻറ്റ് മാറാൻ പോയി. ഇന്ന് നമ്മൾ ഡയറക്റ്റ് GTA. ഇന്ന് വേറൊരു പരിപാടിയും ഇല്ല. ഡയറക്റ്റ് നമ്മൾ GTA കയറാൻ പോയി. ഓക്കെ, ഇന്ന് വേറെ ഒരു പരിപാടിയും ഇല്ല. ഹലോ കേൾക്കുന്നുണ്ടോ ഗൈസ്? കേൾക്കുന്നുണ്ടോ? ഡിസ്കോഡ് ഡയറക്റ്റ് ഗെയിമിംഗ് സ്ട്രീം. ഓക്കെ, എടാ ഒന്ന് GTA കയറ്റി തന്നെ. എങ്ങനെയാ സ്ക്രീൻ ഷെയർ? എടാ സ്ക്രീൻ ഷെയർ നോക്കട്ടെ. പുറലോകോ? ഒരാളെ സംസാരിക്ക. പറ, ഏതായിരുന്നു സർവർ? എക്സ്ലാൻഡിസ് അല്ലേ? അല്ല, ഇതിൽ നിന്ന് ഡയറക്റ്റ് കയറാൻ പറ്റില്ല.
ഇല്ല ഇല്ല ഫയ്യും നിന്റെ പേര് മാറ്റണ്ടേ? ഫറാ മുഹമ്മദ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, ഒന്ന് ഹെൽപ്പ് ആക്കോ. 600 രൂപ ആവശ്യമുള്ളൂ. ഹോസ്പിറ്റൽ കേസ് നല്ല പറട്ട് ഇവനെല്ലാം എന്ത് പറട്ടാ അള്ളാഹ് അറിയാം. അങ്ങനെയാണ് ഞാൻ തരാം. അങ്ങനെയാണ് ഞാൻ തരാം. എന്റെ ഉമ്മ ഹോസ്പിറ്റൽ കേസാന്ന് പ്രൂവ് ചെയ്ത